നമ്മളിന്ന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിന്ന് നമ്മളെ നേഴ്സറിയിൽ നിന്ന് നേഴ്സറിയിൽ നിന്ന് നമ്മളൊരു സബ്സ്ക്രൈബറായിട്ടുള്ള ജെയിനി മോളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരുപാട് ചെടികളൊക്കെ അവിടെ വളർത്തി വെച്ചിട്ടുണ്ട്. അന്നേരം അതൊക്കെ എന്തൊക്കെയാണ് ഇന്ന് നമുക്കൊന്ന് പോയി കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മൾ ജെയിനി മോളുടെ വീടും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്നപ്പോൾ കണ്ട കുറേ പഴയ ചെടികളും അതേപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റുകളും പഴയ വലിയ എന്താ പറയുക ബിഗോണിയ പ്ലാന്റുകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നു. അന്നേരം സാധാരണ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു പ്രായമായ ഒരു അമ്മയും അതേപോലെ തന്നെ കൊച്ചുമോളും ഒക്കെയാണ് ഇതിനകത്ത് താരങ്ങൾ. വളരെ ഭംഗിയായിട്ട് ഇട്ടേക്കുന്ന കുറച്ച് ഡിസ്റ്റീലിയ പ്ലാന്റ്സ്, അതേപോലെ തന്നെ മണി പ്ലാന്റിൻ്റെയൊക്കെ നല്ല അടിപൊളി ഒരു വെറൈറ്റി, നല്ല കുറച്ച് വെറൈറ്റീസൊക്കെ കാണാൻ സാധിച്ചു. അന്നേരം എന്താണ്ട് ഇത് മൈക്കൻസാണ്. നമ്മുടെ മൈക്കൻസ് ഫിലോഡെൻഡ്രൻ മൈക്കൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നല്ല വെറൈറ്റി കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകളുടെ ഒരു ഗമനീയമായ ഒരു ശേഖരം തന്നെയാണ് ഈ വീട്ടിൽ വന്നപ്പം കാണാൻ സാധിച്ചത്. കൊല്ലം തങ്കശ്ശേരിയിലാണ് ഈ വീട് ഉള്ളത്. നമ്മളെ ജമി മോളുടെ വീടാണ്. അന്നേരം അതാണ് കണ്ടില്ലേ, പ്ലാന്റൊക്കെ നല്ല തിക്കായിട്ട് മണി പ്ലാന്റുകൾ വെച്ച് തന്നെ. അതേപോലെ തന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ആൾ ഇവിടെ ഉണ്ട്. അന്നേരം ഞങ്ങളിതെല്ലാം കൊണ്ടുവന്ന് കൂടെ നടന്ന് കാണിക്കുന്നതൊക്കെ പുള്ളിക്കാരിയും അമ്മയും കൂടെയാണ്. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നു. അതുകൊണ്ട് ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു ശിഖരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ഇതേപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കുമെന്ന് ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റ് ചട്ടിയിൽ വെറും ചാണകവെള്ളം ഒഴിച്ചുകൊണ്ടാണ് പ്ലാന്റ് ഇത്രയും കൂടുതൽ വളർത്തിയെടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 തരി ഫാക്ടംബോസ് ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ തഴച്ച് വളരാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ തന്നെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണെന്നാണ് ഇതിനറിയപ്പെടുന്നത്. അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ 200 രൂപ വിലയുണ്ട് ഒരു ചെടിക്ക്. ഇപ്പോഴേ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 250, 300 ഒക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ് നല്ല ഒരു ചെടി സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ചെറിയ തൈക്കാണ് കേട്ടോ 200 രൂപ നമ്മൾ പലയിടത്തും കണ്ടേക്കുന്നത്. 200, 250, 300 ഒക്കെ കണ്ട സ്ഥലങ്ങളുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പിസിയുടെ കുറേ പ്ലാന്റുകൾ, എപ്പിസിയ പ്ലാന്റൊക്കെ നല്ല കുട്ടനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ 19 ലൈറ്റായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മോളാണോ സഹായിക്കുന്നത്? ആണ്. മണ്ണൊക്കെ നിറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുമോ? പിന്നെ ചെന്ന് നോക്കുമ്പോൾ അമ്പമ്പോ വലിയ അടിപൊളി വെറൈറ്റി കുറേ അഗ്ലോണിമാസ്, അതേപോലെ തന്നെ എലിഫൻറ്റിയർ ആന്തോറിയം, വലിയ എലിഫൻറ്റിയർ ആന്തോറിയം, കുറച്ച് ആഫ്രിക്കൻ വയലറ്റ്സ്. നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് മാത്രമല്ല നമ്മളെ റെഗുലറായിട്ടുള്ളൊരു കസ്റ്റമർ കൂടിയാണ്. അന്നേരം കസ്റ്റമറിൻ്റെ വീട്ടിൽ നമ്മളിവിടുന്ന് 90% ചെടികളും മേടിച്ച് പാഷനിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആണ് ഈ കണ്ടില്ലേ, ആ കൊച്ച് കാന്താരി എന്ന് പറഞ്ഞാൽ കാന്താരി നേരെ വലിയ കൊച്ചു കപ്പിനകത്തൊക്കെ ഓരോരോ ചെടികൾ ഉണ്ടാക്കുന്നതും, അതേപോലെ ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് കാണാനും നമ്മളെ വീട്ടിലുള്ള നമ്മളെ പേരൻസ് എല്ലാം ഒന്ന് കാണുക, കുട്ടികളെ കൊണ്ട് ചെടികൾ വളർത്താനും അതേപോലെ തന്നെ വെള്ളം ഒഴിപ്പിക്കാനായിട്ടൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുക. കാര്യം മണ്ണിലൂടെ നടക്കാനായിട്ട് അവരെ കൊണ്ട് പറയുക. മണ്ണിലൂടെ വെച്ച് കുറേ അലർജിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ചെന്നപ്പം കണ്ട വലിയ മാമയാണത്. വലിയ മാമൈ എന്ന് പറയുന്ന ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. അന്നേരം ഫിലോഡെൻഡ്രൻ്റെ ഒരു കാടാണ് ഈ കാണുന്നത്. മാമ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സിൽവർ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഫിലോഡെൻഡ്രനൊക്കെ ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു പുതിയ ഫിലോഡെൻഡ്രൻ മേടിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ്, വെറുതെ വലിയ വിലയില്ലാത്ത രീതിയിൽ കിടക്കുന്ന ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് പൂനെയിലോട്ടും അതേപോലെ തന്നെ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല. അതുപോലെ ഡ്രസീനിയൊക്കെ നല്ല കിടിലൻ വെറൈറ്റിയാണ്. ഇതിപ്പോൾ CTC റെഡ്, CTC ഓറഞ്ച്, അതേപോലെ തന്നെ മഹാത്മ എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റികൾ ഇന്നുണ്ട്. അന്നേരം അവയൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ പരിചയപ്പെടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോളിയാസ് ഇതാണ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാടാണ്. എന്ന് വെച്ചാൽ ചെടി വീടെന്ന് പറയാം. നമുക്ക് നല്ല ഒരു ചെടി വീടായിട്ട് തന്നെ നമുക്ക് വലിയ പ്ലാന്റുകൾ, അതായത് വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള പ്ലാന്റുകൾ കണ്ടില്ലേ. ഓരോ പ്ലാന്റിൻ്റേത് പണ്ടത്തെ ഫേൺസ്, അതേപോലെ തന്നെ പഴയ ഡൈഫൻബെക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഡൈഫൻബെക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതിൻ്റെ ചാറൊക്കെ നീരൊക്കെ അദ്ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിൽ വരാനുള്ള സാധനം. അതേപോലെ തന്നെ ലൈക്കൻസിൻ്റെ ഒരു കാർഡാണ് ഈ കാണുന്നത്.
ഫിലോഡെൻഡ്രനിൽ തന്നെയുള്ള ലൈക്കൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. മൈക്കൻസ് എന്നൊക്കെ അറിയപ്പെടും. അതിൻ്റെ മതിലിൽ പിടിച്ച് കിടക്കുന്ന ആ ഒരു ഭംഗി നോക്ക്. വെള്ള മതിൽ അതിനകത്തേക്ക് പിടിച്ച് കിടക്കുമ്പോൾ അതിനൊരു കാണുമ്പം വീഡിയോയിൽ കാണുന്നതാണൊക്കെയല്ല, നേരിട്ട് കാണുമ്പോൾ അസാധ്യ ലുക്കായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ കേരള ഹൈബ്രിഡ് എന്ന് പറയുന്ന ഫിലോഡെൻഡ്രനാണ് ഈ ഇടതുവശത്ത് ദാണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ഹൈബ്രിഡ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. അതേപോലെ തന്നെ അടുത്ത ഒരു വെറൈറ്റി എലിഫന്റിയ റാന്തോറിയം, അതേപോലെ തന്നെ 1, 2, 3 വെറൈറ്റി കലേഡിയും കൂടെ നല്ല രസമായിട്ട് നിർത്തിയിരിക്കുന്നത്. വലിയ പ്ലാന്റുകളായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു ചേമ്പിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ അതിനകത്ത് പൊട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അത്രയും വളരെ മനോഹരമായിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ട്രൈ കളറ്, അതേപോലെ സാധാ ബിഗോണിയയുടെ തന്നെ വലിയ മദർ പ്ലാന്റുകൾ. അതിനൊക്കെ ചെയ്യുന്നത് വേറെ വരുന്നില്ല, വെറും ചാണകവെള്ളമൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ വലിയതായിട്ടുള്ള ഒരു പരിചരണവും അവിടെ കൊടുക്കുന്നില്ല. മണ്ണിൻ്റെ പ്രത്യേകത വന്നപ്പോൾ കാണാൻ പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ വളക്കൂറുള്ള മണ്ണാണ്, മേൽമണ്ണ്. നല്ല വളക്കൂറുള്ള മേൽമണ്ണും അതേപോലെ തന്നെ സാധാ വെറൈറ്റി ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വെച്ചി വലിച്ചി എന്നൊക്കെ പറഞ്ഞ വെറൈറ്റികളൊക്കെ നമ്മളവിടെ കണ്ടു. അതേപോലെ അലൊക്കേഷ്യ, ലവ് അലൊക്കേഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് തന്നെ എന്തൊരു മനോഹരമായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു 100-150 ചെടി ഇവിടെ വീട്ടിൽ വെച്ച് വന്നാലും ഇത്രയും നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഹോമലോമിന എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ഹോമലോമിനയുടെ സിൽവർ വെറൈറ്റിയാണ്. സിൽവർ വെറൈറ്റി കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു റിസോർട്ട് ഏരിയയിലൊക്കെ വയ്ക്കാനായിട്ട് അടിപൊളിയാണ്, അടിപൊളി. അതേപോലെ സാന്തോസോമ, അലൊക്കേഷ്യ വെറൈറ്റീസ്, അങ്ങനെയുള്ള നല്ല നല്ല വെറൈറ്റികൾ, പണ്ടുണ്ടായിരുന്ന വെറൈറ്റികളെല്ലാം ഇന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്ലാന്റൊക്കെ പണ്ട് നമ്മൾ ഒരുപാടെടുത്ത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് അത്യാവശ്യം ഡിമാൻഡൊക്കെ പുറത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേൺ വെറൈറ്റി, ഹേർട്ട് ഷേപ്പിൽ വരുന്ന ഫേണ്, അത് നല്ല ഹേർട്ട് ഷേപ്പിൽ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതേപോലെ ഫിലോഡെൻഡ്രനൊക്കെ ഹാങ് ആയിട്ട് ഇട്ടേക്കുന്ന പ്ലാന്റുകൾ. ഈ ഫിലോഡെൻഡ്രൻ അങ്ങനെ ഹാങ് ഒക്കെ ഇട്ടാലും വലിയ കുഴപ്പമില്ലാതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫിലോഡെൻഡ്രൻ, ഈ കാണുന്നതും ഫിലോഡെൻഡ്രനാണ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ നിർത്താൻ പറ്റും. ഇത് ഫിലോഡെൻഡ്രൻ പെറു എന്നറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ നമ്മൾ വോൾ ഐവി ആയിട്ടൊക്കെ വയ്ക്കുന്ന റാഫിഡ ഫോറ ഹൈയുടെ വലിയ ലീഫുള്ള പ്ലാന്റാണ് ആ കാണുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് എൻജോയ് പോത്തോസ്, അതേപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ തന്നെ 3-4 വെറൈറ്റി മഞ്ജുള പോത്തോസ്, അതേപോലെ തന്നെ ഈ കാണുന്നത് അലൊക്കേഷ്യയിൽ തന്നെയുള്ള ഫ്രൈഡക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഫ്രൈഡക്കിൻ്റെ മദർ പ്ലാന്റ്, വലിയ പ്ലാന്റ്. അതുപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റികൾ ഇവിടെ സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വളർത്തിക്കൊണ്ട് പോകുന്ന, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല വെറൈറ്റി. പണ്ടത്തെ 3 കിങ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബാറ്റ് ഫ്ലവർ, അതേപോലെ തന്നെ ഹോമലോമിന, അലൊക്കേഷ്യ വെറൈറ്റീസ് എല്ലാം കൂടെ നല്ല കിടിലമായിരുന്നു. അതേപോലെ തന്നെ കുറേ ക്രീപ്പർ പ്ലാന്റുകൾ താണ്ട. ഇതിനെ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് സെറ്റായി കാണിച്ചു തരാം. അവിടെ ഇട്ടേക്കുന്ന നല്ല മണി പ്ലാന്റ് നോക്കി, എന്തൊരു ഭംഗിയായിട്ടാണ് മണി പ്ലാന്റൊക്കെ ഇട്ടേക്കുന്നത്. ഹാങ് പ്ലാന്റ്, മണി പ്ലാന്റുകൾ, അതേപോലെ തന്നെ അല്ലാതുള്ള വെറൈറ്റി വാണ്ടറിങ് ജിയോ ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അത് വെച്ചേക്കുന്ന ആ ഒരു രീതിക്കാണ് നല്ല ഒരു ചരിഞ്ഞ പ്രതലം ഒരു തടിയായിട്ട് മേക്ക് ചെയ്ത് അതിനകത്താണ് ഇട്ടേക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ബിഗോണിയയുടെ വലിയ പണ്ടത്തെ വെറൈറ്റി ബിഗോണിയാസ്, അതേപോലെ തന്നെ പുതുമയും അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്. വലുതായിട്ടൊന്നും വളവോ കാര്യങ്ങളോ ഒന്നും അധികം ചെയ്യുന്നില്ല. എന്നാലും ആ വളക്കൂറുള്ള മണ്ണിനകത്ത് പ്ലാന്റ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയിലാണ്. ശരി, പഴുക്കുമ്പോൾ തന്നാൽ മതി കേട്ടോ. ഈ മോളൂട്ടിയുടെ വീടും അതേപോലെ തന്നെ സെറ്റിംഗ് ഒക്കെ ഇട്ടേക്കുന്നതും അതേപോലെ അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതിനുള്ള വിലപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ, എന്തൊക്കെയാണ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ സാധിക്കും. അന്നേരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അന്നേരം എല്ലാവരും കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ കാണാനായിട്ട് മാക്സിമം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.